ഈ അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, ഇപ്പോൾ ഈ ആലപ്പുഴയിൽ തുടർച്ചയായി അവഗണന നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ പണ്ട് പങ്കെടുപ്പിച്ചിരുന്ന പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കുന്നു. ഈ പുന്നപ്ര വയലാർ ദിനാചരണത്തിന്റെ സമയത്തൊക്കെ അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് എത്തുന്നതും മടങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ പാർട്ടി നേതൃത്വം പിന്നീട് ജി സുധാകരനെ ഒരു രീതിയിലും ഏതെങ്കിലും പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിനോട് സഹകരിക്കാൻ തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും അതേ സമീപനം തന്നെയാണ് അവിടുത്തെ ജില്ലാ നേതൃത്വത്തിന്. അശ്വിൻ, അതേ സമീപനം ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് ഉന്മേഷ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങളായുള്ള ഒരു പരിപാടികളിലും ജി സുധാകരനെ ക്ഷണിക്കാറില്ല. ഏറ്റവും ഒടുവിലെ ഉദാഹരണം ഇന്നത്തേതാണ്. ഇന്ന് ആലപ്പുഴയിലെ നാൽപ്പാലത്തിൻ്റെ ഉദ്ഘാടനമാണ്. മന്ത്രി മുഹമ്മദ് റിയാസാണ് വരുന്നത്. ഒപ്പം എച്ച് സലാം അടക്കമുള്ള സലം എം എൽ എ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ പാലത്തിൻ്റെ പ്രത്യേകത, ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രി ആയിരുന്ന കാലത്താണ് പഴയ മുപ്പാലം പൊളിച്ച് അത് വിപുലീകരിച്ച് നല്ലൊരു പാലം, ഒരു നാൽപ്പാലം പണിയാനുള്ള പദ്ധതികളുടെ ടെൻഡറും മറ്റ് നിർമ്മാണവും എല്ലാം നടന്നത്. അതിൻ്റെ പൂർത്തീകരണ വേളയിൽ ഇവിടെ ഉണ്ടായിട്ടും പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടും മുൻ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുമൊക്കെ ജി സുധാകരനെ ക്ഷണിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നം ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുൾപ്പെടെ പാർട്ടിയുടെ ഒരു പരിപാടികളിലും സർക്കാരിൻ്റെ ഒരു പരിപാടികളിലും ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല എന്നുള്ള പരാതി കഴിഞ്ഞ കുറേ നാളുകളായുണ്ട്. അതിനിടെ പല കോൺഗ്രസ് വേദികളിലും ജി സുധാകരൻ പ്രസംഗിക്കാനൊക്കെ പോകുന്നുണ്ട്. അതിനെ പാർട്ടി CPM പ്രവർത്തകർ തന്നെ സൈബർ അധിക്ഷേപങ്ങളിലൂടെ അതികഠിനമായി വിമർശിക്കാറുമുണ്ട്. അതിനൊക്കെ ജി സുധാകരൻ നൽകുന്ന മറുപടി, ഞാൻ ഈ കോൺഗ്രസ് വേദികളിലൊക്കെ പോകുന്നത് CPMകാരനായിട്ടാണ്, അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് ആശയം പറയാൻ വേണ്ടിയാണ് ഞാൻ ആ പരിപാടികളിൽ പങ്കെടുക്കുന്നതെന്ന് പലകുറി ജി സുധാകരൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്ത ഏറ്റവും ഒടുവിലെ ഒരു പരിപാടി ആലപ്പുഴയിൽ തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് ആലപ്പുഴയിലെ ബ്രാഞ്ച് സെക്രട്ടറി, അതായത് ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ജി സുധാകരൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് അതിരൂക്ഷമായ സൈബർ അതിക്രമം നടത്തുന്നു. ഒപ്പം ജി സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത്. അതിനെതിരെയാണ് പാർട്ടിക്ക് ജി സുധാകരൻ പരാതി നൽകിയത്. സ്വാഭാവികമായും പരിപാടികൾ അദ്ദേഹത്തെ അവഗണിക്കുന്ന പാർട്ടി അദ്ദേഹത്തിൻ്റെ പരാതികളും അപ്പാടെ അവഗണിച്ചു എന്നുള്ള തുടർച്ചയായ പ്രതികരണമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ എന്താണ് തന്നെ ഇങ്ങനെ അവഗണിക്കാനുള്ള കാരണം എന്നുള്ളത് ജി സുധാകരൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ എന്നുള്ളതാണ്. എല്ലാത്തിനും അപ്പുറത്തേക്ക് ആലപ്പുഴയിലെയും ഒപ്പം സംസ്ഥാനത്തെയും ഒക്കെ പൊതുവെയുള്ള CPMൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അത് സുഖിച്ചു നടന്ന ആളാണ് എന്നൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ജി സുധാകരൻ്റെ പേരിൽ വരുന്നത്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയെ തന്നെ മറന്നു എന്നുള്ളതാണ് CPM സൈബർ സഖാക്കളുടെ വിമർശനം. എന്തായാലും ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു ഭാഗമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനിയിപ്പോൾ പാർട്ടി എന്ത് നടപടി ഇതിന് പിന്നീട് എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതാണ് കണ്ടറിയേണ്ടതും. ഇപ്പോൾ ഷഫീദ് റാവുത്തറും അശ്വിൻ പാലാഴിയുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.